പനി കൊണ്ട് ഇന്ന് ഡോക്ടറെ അടുത്തേക്ക് വന്നിക്കണം. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഉമ്മാക്ക് പനി തുടങ്ങിയിട്ട്. ഉമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും ഡോക്ടറെ കാണിക്കാനേ പോവില്ല. അപ്പോൾ ഞാനിന്ന് മാളിക്കുന്ന് വീട്ടിൽ വന്നിട്ട് കയ്യോടെ പൊക്കി അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിക്കണം. അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങിച്ച് അങ്ങനെ നേരെ ഞങ്ങൾ മാളിക്കുന്ന് വീട്ടിൽ തന്നെ വന്നു. ഇന്നിൻ്റെ അനിയന് ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അതായത് എൻ്റെ ചെറിയ അനിയൻ ദുബായിൽ നിന്ന് വരികയാണ്. 2 അനിയന്മാരാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരാഴ്ച മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇവനും കൂടെ ഇന്ന് വന്നിക്കാണ്. ഇവനും ചെന്നൈക്ക് തന്നെയാണ് വന്നിട്ട്. ചെന്നൈയിൽ വന്നിറങ്ങിയിട്ട് പിന്നെ ബസ്സൊക്കെ കിട്ടി വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ നട്ട പാതിരായിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവന് വീട്ടിലെത്തിയപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ടൊന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. ഫ്രഷ് ആയപ്പോഴേക്കിന് ഓൻ്റെ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ തന്നെ ഓനെ കണ്ടപ്പോഴേക്കിന് ഞങ്ങളുടെ ഉറക്കം പിന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓൻ ഫ്രഷായി ഫുഡൊക്കെ ഓന് പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു നമുക്ക് പെട്ടിയൊക്കെ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് ആ നട്ടപ്പാതിരാകനെ ഞങ്ങളെല്ലാവരും പാടെ കൂടെ ഇരുന്നിട്ട് പെട്ടിയൊക്കെ പൊട്ടിച്ചു. കുട്ടികളൊക്കെ ഉറങ്ങിക്കുക. എന്നേക്ക് വന്നതുകൊണ്ട് തന്നെ അധികം സാധനങ്ങളൊന്നും രണ്ടാളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാളും ഓരോ ആഴ്ച വ്യത്യാസം കൊണ്ട് വന്നതുകൊണ്ട് തന്നെ മറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിക്കണം ഈ വാങ്ങിക്കണ്ട ഈ വാങ്ങിക്കണം ഞാനും വാങ്ങിക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാളും വന്നിട്ടുള്ളത്. ഇവൻ കുട്ടികൾക്കുള്ള കുറച്ച് മുട്ടായികളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് കാറുകളും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഇവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് ചെന്നൈക്ക് ആയതുകൊണ്ട് തന്നെ ലഗേജ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ. അവിടുന്ന് പിന്നെ ബസ്സൊക്കെ എടുത്തിട്ട് വേണ്ട നമ്മുടെ വീട്ടിലേക്ക് എത്തണം. രാവിലെ പിന്നെ ഓരോരുത്തർ എണീറ്റ് ഇങ്ങനെ വന്നപ്പോൾ ടേബിളും ഇങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ടിട്ടുള്ള ഒരു അന്താളിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒക്കെ പാടെ കണ്ടിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിൽ എന്തൊക്കെ കാണിക്കണം എന്ന് തന്നെ ഇശലിനെ അറിയണം. ഇശല് കുറെ ടോയ്സുകൾ നോക്കും അതുപോലെ തന്നെ കുറെ മിഠായികൾ വന്നു നോക്കും. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ആള് നല്ല ഹാപ്പി ആയി. പിന്നെ എൻ്റെ അമ്മക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇമ്മ ഇന്ന് അടുക്കളയിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ അടുക്കളയിലത്തെ കുക്കിംഗ് ഞങ്ങൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഓവറായിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ കുക്കറിൽ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ വെച്ചു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറും അതുപോലെ തന്നെ ഒരു ചിക്കൻ കറിയും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിന് അനിയത്തി വീട്ടിൽ കുറച്ച് കാടമുട്ടയൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളത് മസാലയിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അവളത് റെഡിയാക്കി കൊണ്ടുവന്നതേ ഓർമ്മ ഉള്ളൂ കേട്ടോ. പിന്നെ ഓരോരുത്തർക്ക് അത് കിട്ടിയില്ല തികഞ്ഞില്ല അങ്ങനത്തെയൊക്കെ പരാതിയായിരുന്നു. കാടമുട്ട വീട്ടിൽ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മസാലയിൽ ഇട്ടത് കൊണ്ട് തന്നെ മക്കളൊന്നും കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ കുറച്ചുണ്ടാക്കിയത്. പക്ഷെ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ മക്കളാണത് കഴിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവരും പാടെ കൂടുമ്പോൾ പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയാലും അത് ഇതാന്ന് അറിയുമ്പോഴേക്കും തീരെ. വൈകുന്നേരത്തെ ഒരു 4 മണിയായപ്പോഴേക്കും അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൾ അനിയൻ ദുബായിൽ നിന്ന് വന്നത് അറിഞ്ഞിട്ട് അങ്ങനെ അവനെയും കാണാലോ എന്ന് കരുതി അങ്ങനെ വന്നിക്കാണ്. അപ്പോൾ വന്നപ്പോൾ അണ്ടാൻകുട്ടിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ പിന്നെ അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് അമ്മ മാളിക്കുന്നിൽ വരുമ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ഓള് ഞങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടോ. വെറുതെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങളും അവൾ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളും ചെല്ലും കേട്ടോ ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ. അങ്ങനെ മാങ്ങയൊക്കെ മുറിച്ച് അതൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ച് ഇരുന്നിട്ടാണ് പിന്നെ അവൾ പോയിട്ടുള്ളത്. വൈകുന്നേരത്ത് പിന്നെ അനിയൻ പോയിട്ട് പൊറാട്ടയും അതുപോലെ തന്നെ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.